ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ചാണ്. പ്രസിഡൻറ്റിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രസിഡൻറ്റ് കഴിഞ്ഞ് നമ്മുടെ അടുത്ത പോർഷൻ വൈസ് പ്രസിഡൻറ്റ് എന്ന പോർഷനാണ്. അപ്പം കൃത്യമായും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ട് ഇതിനകത്ത് യാതൊന്നും തന്നെ കാണില്ല. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോർഷനാണ് വൈസ് പ്രസിഡൻറ്റ്. പക്ഷേ ഈ അടുത്ത കാലത്തുള്ള പരീക്ഷകളിൽ വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് പോയിൻറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. ആ പോയിൻറ്റ്സുകളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടാനായിട്ട് സാധിക്കും. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സിലോട്ട് പോവാം. വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരൻ എന്നറിയപ്പെടുന്നത് വൈസ് പ്രസിഡൻ്റാണ്. ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ ആരെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ പ്രസിഡൻ്റാണ്. പരീക്ഷകൾക്ക് പഴയകാല ചോദ്യപേപ്പറിലൊക്കെ ഉണ്ടായിരുന്ന ചോദ്യമാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ ആരാണ്? പ്രസിഡൻ്റാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരൻ എന്നറിയപ്പെടുന്നത് വൈസ് പ്രസിഡൻ്റാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരൻ എന്നറിയപ്പെടുന്ന ആരാണ്? വൈസ് പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ പല ആശയങ്ങളും പല രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് അമേരിക്കയിൽ നിന്നാണ്. വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ നിന്നാണ്. നമ്മൾ പ്രസിഡന്റിനെ കുറിച്ചുകൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പോവാം. ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരനാണ്. ഈ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരനാണ് പ്രസിഡന്റ് എന്നുള്ള കാര്യമാണ്. ഇനി വൈസ് പ്രസിഡന്റ് എന്ന ആശയം സ്വീകരിച്ചത് അമേരിക്കയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന ആശയം എവിടുന്ന് സ്വീകരിച്ചു എന്നുള്ള ചോദ്യമല്ല നിലവിലുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റ് ലോകരാജ്യങ്ങളിൽ ആർക്ക് തുല്യമാണ് എന്നൊരു ചോദ്യമുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് ലോകരാജ്യങ്ങളിലെ ആർക്ക് തുല്യമാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടനിലെ രാജാവിനോ രാജ്ഞിക്കോ തുല്യമാണ് ഇന്ത്യൻ പ്രസിഡന്റ്. ബ്രിട്ടനിലെ രാജാവിനോ രാജ്ഞിക്കോ തുല്യമാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് നമുക്ക് പറയാം. എന്നാൽ വൈസ് പ്രസിഡന്റ്, നമ്മൾ വൈസ് പ്രസിഡന്റ് ചോദ്യം കാണാൻ വേണ്ടത് മറ്റൊരു ആംഗിളിലാണ്. വൈസ് പ്രസിഡന്റ് എന്ന ആശയം സ്വീകരിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ നിന്നാണ്. എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന ആശയമല്ല, ഇന്ത്യൻ പ്രസിഡന്റ് ആർക്ക് തുല്യമാണ് എന്നൊരു ചോദ്യമുണ്ട്. ചോദ്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അവിടെ ആ ചോദ്യത്തിൻ്റെ ആ വ്യത്യാസം മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന ആശയം സ്വീകരിച്ചു എന്നതല്ല, പ്രസിഡന്റ് ആർക്ക് തുല്യമാണ് എന്നതാണ്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരനാണ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് അമേരിക്കയിൽ നിന്നാണ്. വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 63 പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 52 ആണെങ്കിൽ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 63. പ്രസിഡന്റിന്റെ അതേ ഉത്തരവാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. വൈസ് പ്രസിഡന്റിനെ ആരാണ് നിയമിക്കുന്നത് എന്ന ചോദ്യം. സ്വാഭാവികമായിട്ടും PSC പഠിച്ചൊക്കെ തുടങ്ങുന്ന ആൾക്കാർ, ഭരണഘടന നന്നായി നോക്കാത്തൊരു കുട്ടി ഉത്തരമായി എഴുതുന്നത് വൈസ് പ്രസിഡന്റിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും എന്നതായിരിക്കും എഴുതാനുള്ള സാധ്യത. എന്നാൽ ഉത്തരം തെറ്റാണ്. വൈസ് പ്രസിഡന്റിനെ ആരും നിയമിക്കുന്നതല്ല എന്നതാണ് ഉത്തരം. വൈസ് പ്രസിഡന്റിനെ ആരും നിയമിക്കുന്നതല്ല എന്നതാണ് ഉത്തരം. പിന്നീട് എന്താ പറയേണ്ടത്? വൈസ് പ്രസിഡന്റ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കണം. there shall be a vice president for India. ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്നാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. അങ്ങനെ പ്രതിപാദിക്കുന്ന അനുച്ഛേദം 63. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായ വ്യക്തിയെ ആരും നിയമിക്കുന്നതല്ല. ഒരു അപ്പോയിൻറ്റിംഗ് അതോറിറ്റി വൈസ് പ്രസിഡന്റിന് ഇല്ല. പകരം പറയേണ്ടത് എന്താണ്? ആർട്ടിക്കിൾ 63 പ്രകാരം ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 63 പ്രകാരം ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. വൈസ് പ്രസിഡന്റ് ആരും നിയമിക്കുന്നതല്ല. വൈസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 63 പ്രകാരം ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ പ്രസിഡന്റിനെ കുറിച്ച് എന്താ പറയുന്നത്? പ്രസിഡന്റിനെയും ആരും നിയമിക്കുന്നതല്ല. ആർട്ടിക്കിൾ 52 പ്രകാരം ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ 52 പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്നും 63 വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്നും പ്രതിപാദിക്കുന്നു. വൈസ് പ്രസിഡന്റ് പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുക എന്നത്. വൈസ് പ്രസിഡന്റ് പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുക. രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് വൈസ് പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുക എന്നത് തന്നെയാണ്. പ്രസിഡന്റ് ഏതെങ്കിലും സഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നുണ്ടോ? ഇല്ല. പ്രസിഡന്റ് ഒരു സഭയ്ക്കും അധ്യക്ഷത വഹിക്കുന്നില്ല. ലോക്സഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. എന്നാൽ രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നതോ രാജ്യസഭ ചെയർമാനാണ്. പക്ഷേ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ക്ലിയർ ആണ് നിങ്ങൾക്ക്?
സഭാംഗമല്ലാതെ ഒരു വ്യക്തി സഭാംഗമല്ലാതെ ഒരു വ്യക്തി സഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് മാത്രമാണ് കേട്ടോ. വൈസ് പ്രസിഡന്റ് രാജ്യസഭാ അംഗമോ ലോക്സഭാ അംഗമോ അല്ല. എന്നിരുന്നാലും രാജ്യസഭാ അംഗമല്ലാതിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ആ സഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ലോക്സഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഈ ലോക്സഭാ സ്പീക്കർ എന്ന വ്യക്തി ലോക്സഭയുടെ അംഗമാണ്. ലോക്സഭാ സ്പീക്കർ എന്ന വ്യക്തി എന്താണ്? ലോക്സഭയിൽ അംഗത്വമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ലോക്സഭയിലെ ഒരു അംഗമാണ് ലോക്സഭാ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറൊക്കെയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ രാജ്യസഭയിൽ ഒരംഗമല്ല വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായി ആ പദവി നൽകിയിരിക്കുന്നതാണ്. ഔദ്യോഗികമായി നൽകിയിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഭരണഘടനാപരമായി അദ്ദേഹത്തിന് ആ പദവി നൽകിയിരിക്കുന്നതാണ്. ഈ ഭരണഘടനാപരമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്ന എന്താണ്? ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും അല്ലേ? ആർട്ടിക്കിൾ 64 പ്രകാരമാണ് വൈസ് പ്രസിഡന്റ് രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പം വൈസ് പ്രസിഡന്റ് രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 64 പ്രകാരമാണ് രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത്. സഭാംഗമല്ലാത്ത ഒരു വ്യക്തി അധ്യക്ഷത വഹിക്കുന്ന സഭ ഏതെന്ന് ചോദിച്ചാൽ അത് രാജ്യസഭയാണ്. രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് വൈസ് പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റിനെ അത്തരത്തിലുള്ള പദവി നൽകിയിരിക്കുന്നത് ആർട്ടിക്കിൾ 64 പ്രകാരമാണ്. വൈസ് പ്രസിഡന്റിന് അത്തരത്തിൽ പദവി നൽകിയിരിക്കുന്നത് ആർട്ടിക്കിൾ 64 പ്രകാരമാണ്. അടുത്തതായിട്ട് വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 66 സബ് ക്ലോസ് 1 ആണ്. വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 66 സബ് ക്ലോസ് 1 വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന. എന്നാൽ പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഓർമ്മയുണ്ടോ? ആർട്ടിക്കിൾ 54 പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 54 എന്നാൽ വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 66 സബ് ക്ലോസ് 1 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഒരു ഇൻഡയറക്റ്റ് തെരഞ്ഞെടുപ്പാണ്. അതായത് ജനങ്ങൾ നേരിട്ടല്ല വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത്, ഒരു ഇൻഡയറക്റ്റ് തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ നേരിട്ടല്ല തെരഞ്ഞെടുക്കുന്നത്, ജനപ്രതിനിധികൾ ചേർന്നാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത്. വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വവും ഇലക്ഷൻ കമ്മീഷനാണ്. വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വവും ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ 324. ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല. ഔദ്യോഗികമായ ചുമതല വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗികമായ ചുമതല ഇലക്ഷൻ കമ്മീഷനാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഒരു ഇൻഡയറക്റ്റ് തെരഞ്ഞെടുപ്പാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ത് തെരഞ്ഞെടുപ്പാണ്? ഒരു ഇൻഡയറക്റ്റ് തെരഞ്ഞെടുപ്പാണ്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇനി വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നവർ, ഞാൻ പറഞ്ഞു ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്ന ആ ജനപ്രതിനിധികളുടെ കൂട്ടത്തെ അറിയപ്പെടുന്നത് ഇലക്ടറൽ കോളേജ് എന്നതാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എഴുതേണ്ട ഉത്തരം ഇലക്ടറൽ കോളേജ് എന്നതാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എഴുതേണ്ടത് ഇലക്ടറൽ കോളേജ്. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതും ഇലക്ടറൽ കോളേജാണ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നതും ഇലക്ടറൽ കോളേജാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 66 സബ് ക്ലോസ് 1 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഒരു ഇൻഡയറക്റ്റ് തെരഞ്ഞെടുപ്പാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുന്നത് ഇലക്ടറൽ കോളേജാണ്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്നത് ആരെല്ലാം? നമ്മൾ ഇതിനു മുമ്പ് തന്നെ പ്രസിഡന്റിന്റെ ഇലക്ടറൽ കോളേജിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രസിഡന്റിന്റെ ഇലക്ടറൽ കോളേജിൽ ആരൊക്കെയാണ് ഉള്ളത്? തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാംഗങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട 28 സംസ്ഥാനങ്ങളിലെയും MLA മാർ, തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹിയിലെയും പോണ്ടിച്ചേരിയിലെയും MLA മാർ. ശരിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുന്ന ഇലക്ടറൽ കോളേജ് വളരെ സിമ്പിളാണ്. വെറും 2 കാറ്റഗറിയിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. ലോക്സഭയിലെ എല്ലാ അംഗങ്ങളും, വെദർ എലക്റ്റഡ് ഓർ നോമിനേറ്റഡ്, എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. നോമിനേറ്റഡ് അംഗങ്ങൾ ലോക്സഭയിൽ ഇല്ല നിലവിൽ, അവരുണ്ടെങ്കിലും അവർക്ക് വോട്ടവകാശം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. രാജ്യസഭയിൽ നിന്നുള്ള എല്ലാ അംഗങ്ങളും, അതായത് എലക്റ്റഡും
നോമിനേറ്റഡും. ഇലക്റ്റഡ് അംഗങ്ങൾ എത്രയുണ്ട് രാജ്യസഭയിൽ? 233 പേര് ഇലക്റ്റഡ് ഉണ്ട്, 12 പേര് നോമിനേറ്റഡ് അംഗങ്ങളുണ്ട്. ഇവർക്ക് 2 പേർക്കും വോട്ടവകാശമുണ്ട്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ലോക്സഭയിലെ എല്ലാ അംഗങ്ങളും, വെദർ എലക്റ്റഡ് ഓർ നോമിനേറ്റഡ്. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും, വെദർ എലക്റ്റഡ് ഓർ നോമിനേറ്റഡ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ലോക്സഭയിലെ എല്ലാ അംഗങ്ങളും, രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും. ക്ലിയർ ആണോ? ഇവരറിയപ്പെടുന്നത് ഇലക്ടറൽ കോളേജ് എന്നാണ്. ലോക്സഭയിലെ എല്ലാ അംഗങ്ങളും രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും ചേർന്നാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പം ആരും കൂടെ ഉള്ളത്? നിയമസഭാ അംഗങ്ങളൂടെ ഉണ്ട് അല്ലേ? ആരില്ല ഇതിൽ നിന്നും? നോമിനേറ്റഡ് അംഗങ്ങൾക്ക് വോട്ടവകാശമില്ല. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുന്നവരെ ഇലക്ടറൽ കോളേജ് എന്ന് വിളിക്കാം. ഇലക്ടറൽ കോളേജ് എന്ന് പറഞ്ഞാൽ ലോക്സഭയിലെ എല്ലാ അംഗങ്ങളും രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും. ക്ലിയർ ആണ്? സിമ്പിളാണ് അല്ലേ? അപ്പോൾ ആരൊക്കെ ഇല്ല എന്നുള്ള കാര്യം ഒന്ന് പറയുകയാണ്. പ്രസിഡന്റിൻ്റെ ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്ന നിയമസഭാ അംഗങ്ങൾ. പ്രസിഡന്റിൻ്റെ ഇലക്ടറൽ കോളേജിൽ ആരുണ്ടായിരുന്നു? നിയമസഭാ അംഗങ്ങളുണ്ട്. അത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുന്നില്ല. ക്ലിയർ ആണ് നിങ്ങൾക്ക്? പ്രസിഡന്റിൻ്റെ ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്ന നിയമസഭാ അംഗങ്ങൾ വൈസ് പ്രസിഡന്റിൻ്റെ ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രസിഡന്റിൻ്റെ ഇലക്ടറൽ കോളേജിൽ ആരുണ്ട്? നിയമസഭാ അംഗങ്ങളുണ്ട്. എക്സാമ്പിൾ, സംസ്ഥാനത്തെ ഒരു നിയമസഭാ അംഗമാണ് പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട്. എന്നാൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇല്ല. ക്ലിയർ ആണ് നിങ്ങൾക്ക്? വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വിഭിന്നമായി നോമിനേറ്റഡ് അംഗങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. അതായത് നോമിനേറ്റഡ് അംഗങ്ങൾ, ഒരു നോമിനേറ്റഡ് അംഗത്തിൻ്റെ പേര് പറയുമോ? PT ഉഷ ഒരു നോമിനേറ്റഡ് അംഗമാണ്. PT ഉഷയ്ക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല. എന്നാൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുണ്ട്? വോട്ടവകാശമുണ്ട്. എന്നാൽ പിണറായി വിജയന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട്. എന്നാൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? നിയമസഭാ അംഗങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല. എന്നാൽ നോമിനേറ്റഡ് അംഗങ്ങൾക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല. രണ്ടും നിങ്ങൾ പഠിച്ചു എന്നാണ് വിശ്വാസം. പറഞ്ഞ് കൺഫ്യൂസായോ നിങ്ങൾക്ക്? അടുത്തത്, വൈസ് പ്രസിഡന്റ് ആകുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 58 പ്രസിഡന്റ് ആകുന്നതിനുള്ള യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 58. എന്നാൽ വൈസ് പ്രസിഡന്റ് ആകുന്നതിനുള്ള യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 66 സബ് ക്ലോസ് 3 വൈസ് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 66 സബ് ക്ലോസ് 3 എന്തൊക്കെയാണ് യോഗ്യതകൾ? ഈ അടുത്ത തവണ, ഈ വളരെ തൊട്ടടുത്തുള്ള ഒരു എക്സാമിന്, ഒരു +2 നിലവാരത്തിലുള്ള ഒരു യൂണിഫോം പോസ്റ്റിന് ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ? ഈ യോഗ്യതയെക്കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. വളരെ സിമ്പിളാണ് യോഗ്യത. എന്നിരുന്നാലും അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ലേ? സിമ്പിളൊക്കെ തന്നെയാണ്, പക്ഷെ അറിഞ്ഞുകൂടെങ്കിലും ഒരു തവണ വായിക്കാതിരുന്നാലും നമുക്ക് എഴുതാൻ പറ്റില്ല. എവിടുന്നെങ്കിലും നിങ്ങളൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാക്കാം. അപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 58. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 66 സബ് ക്ലോസ് 3. എന്തൊക്കെയാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ യോഗ്യതകളെന്ന് നോക്കാം. 1, ഇന്ത്യൻ പൗരനായിരിക്കണം. 2, 35 വയസ്സ് പൂർത്തിയാവണം. വൈസ് പ്രസിഡന്റ് ആവാനും എത്ര വയസ്സ് പൂർത്തിയാവണം? 35 വയസ്സ് പൂർത്തിയാവണം. 3, ഒരു രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടാവണം. ഒരു രാജ്യസഭാ അംഗമായുള്ള തിരഞ്ഞെടുക്കുന്നതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടാവണം. അടുത്തത്, കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദായം പറ്റുന്ന പദവിയൊന്നും വഹിക്കാൻ പാടുള്ളതല്ല. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു പദവിയും വഹിക്കാൻ പാടുള്ളതല്ല. നമ്മൾ പ്രസിഡന്റ് പഠിച്ചപ്പോൾ ഇതേ കാര്യം പഠിച്ചു. എന്നാൽ ഒരു സെൻറ്റൻസിൽ മാത്രം, ഒരു സെൻറ്റൻസും അല്ല, ഒരു വാക്കിൽ മാത്രം വ്യത്യാസം. എന്താണ്? ഇവിടെ രാജ്യസഭ മാറി പകരം എന്താവണം? ലോക്സഭയാവണം. ഏതിന്? പ്രസിഡന്റ് ആകുമ്പോൾ. ക്ലിയർ ആണ്? പ്രസിഡന്റിനുള്ള യോഗ്യതയും വൈസ് പ്രസിഡന്റിനുള്ള യോഗ്യതയും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം, അത് ലോക്സഭാ അംഗമാകാനുള്ള എല്ലാ യോഗ്യതയും പറഞ്ഞാൽ അത് പ്രസിഡന്റും, രാജ്യസഭാ അംഗമാകാനുള്ള എല്ലാ യോഗ്യതയും പറഞ്ഞാൽ അത് വൈസ് പ്രസിഡന്റും ആയിരിക്കും. ക്ലിയർ ആണ് നിങ്ങൾക്ക്? എന്തൊക്കെയാണ് യോഗ്യതകൾ? 1, ഇന്ത്യൻ പൗരനായിരിക്കണം. 2, 35 വയസ്സ് പൂർത്തിയാവണം. ഒരു രാജ്യസഭാ അംഗമാകാനുള്ള യോഗ്യതകൾ ഉണ്ടാവണം. 4, കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദായം പറ്റുന്ന പദവിയൊന്നും വഹിക്കാൻ പാടുള്ളതല്ല. ഒരു എക്സാമ്പിൾ, ഒരു LD ക്ലർക്കായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആദായം പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കണമെങ്കിൽ ആ പദവി രാജിവെച്ചിട്ട് വരണം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കണമെങ്കിൽ ആ പദവി രാജിവെക്കണം. ഒരു സുപ്രീം കോടതി ജഡ്ജ് തന്നെ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ആ പദവിയിൽ മത്സരിക്കണമെങ്കിൽ രാജിവെക്കണം. പ്രസിഡൻ്റ് പദവിയിലുള്ളതുപോലെ തന്നെ ഇതിനും എന്തുണ്ട്? എക്സംഷൻസ് ഉണ്ട്. അതായത് എന്തൊക്കെയാണ് എക്സംഷൻസ് എന്ന് ചോദിച്ചാൽ, നിലവിലെ പ്രസിഡന്റ്,
നിലവിലെ വൈസ് പ്രസിഡന്റ്, നിലവിലെ ഗവർണർമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, ഇവർക്കൊക്കെ എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അവർക്ക് ആദായം പറ്റുന്ന പദവി ഉണ്ടെങ്കിലും മത്സരിക്കാം. ആദായം പറ്റുന്ന പദവി ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? മത്സരിക്കാൻ പറ്റുന്ന പദവികൾ ഏതൊക്കെയാണ്? നിലവിലെ പ്രസിഡന്റ്, നിലവിലെ വൈസ് പ്രസിഡന്റ്, നിലവിലെ ഗവർണർമാർ 28 സംസ്ഥാനങ്ങളിലെയും, പിന്നീട് പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന സംസ്ഥാന മന്ത്രിമാർ. വൈസ് പ്രസിഡന്റ് കാര്യത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ആ നോട്ട് പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു കാര്യം നമ്മൾ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പഠിച്ചതാണ്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? യോഗ്യതകൾ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയാവണം, ഒരു രാജ്യസഭാംഗമുള്ള യോഗ്യതകൾ ഉണ്ടാവണം, പിന്നീട് ആദായം പറ്റുന്ന പദവിയൊന്നും വഹിക്കാൻ പാടുള്ളതല്ല. ക്ലിയർ ആണ്? പ്രസിഡൻ്റായിട്ട് മത്സരിക്കണമെങ്കിൽ എല്ലാവരും മത്സരിക്കാതിരിക്കാനായിട്ട് മറ്റൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഇലക്ട്രൽ കോളേജിൽ നിന്നുള്ള 50 പേര് നിർദ്ദേശിക്കണം, 50 പേര് പിന്താങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രസിഡൻ്റായി മത്സരിക്കണമെങ്കിൽ 50 പേര് നിർദ്ദേശിക്കണം, 50 പേര് പിന്താങ്ങണം. എന്നാൽ വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കണമെങ്കിൽ 20 പേര് നിർദ്ദേശിക്കുകയും 20 പേര് പിന്താങ്ങുകയും വേണം. വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കണമെങ്കിൽ 20 പേര് നിർദ്ദേശിക്കുകയും 20 പേര് പിന്താങ്ങുകയും വേണം. പഠിച്ചാ? വൈസ് പ്രസിഡൻ്റായി മത്സരിക്കണമെങ്കിൽ 20 പേര് ഇലക്ട്രൽ കോളേജിൽ നിന്നുള്ള, വേറെ ആരെങ്കിലും ആണോ? അല്ല, വോട്ടവകാശമുള്ള, ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോട്ടവകാശമുള്ള 20 പേര് നിർദ്ദേശിക്കുകയും 20 പേര് പിന്താങ്ങുകയും വേണം. ക്ലിയർ ആണ് നിങ്ങൾക്ക്? വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ കെട്ടിവെക്കേണ്ട തുക 15,000 രൂപയാണ്. വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ കെട്ടിവെക്കേണ്ട തുക എത്രയാണ്? 15,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. വൈസ് പ്രസിഡൻ്റായി മത്സരിക്കാൻ കെട്ടിവെക്കേണ്ട തുക 15,000 ആണ്. പ്രസിഡന്റ് ആവാനും 15,000 ആണ്. പ്രസിഡന്റ് ആവാനും 15,000 ആണ്. വൈസ് പ്രസിഡന്റ് ആവാനും 15,000 ആണ്. ക്ലിയർ ആണ്? എന്നാൽ ലോക്സഭ അംഗമാകാൻ 25,000 ആണ്. ഒരു രാജ്യസഭ അംഗമാകാനും 25,000 ആണ്. ഒരു നിയമസഭ അംഗമാകാൻ 10,000 രൂപയാണ്. ക്ലിയർ ആണ്? ഒരു നിയമസഭ അംഗമാകാൻ 10,000 രൂപയാണ്. എന്നാൽ ഇവർക്കൊക്കെ ഈ എമൗണ്ട് അല്ല ഒരു SC/ST കാരന് ഇലക്ഷനിൽ മത്സരിക്കാൻ. SC/ST കാരന് ഇതിൻ്റെ പകുതി തുക അടച്ചാൽ മതിയാവും, 50% തുക അടച്ചാൽ മതിയാവും. അപ്പം വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കാനുള്ള തുക എത്രയാണ്? 15,000 രൂപയാണ്. അപ്പോൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിലോ പകുതി തുക മാത്രം അടച്ചാൽ മതിയാവും. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ഥിരമായി ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോരട്ടെ ഞാൻ. വൈസ് പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരെന്നാണ് അടുത്ത ചോദ്യം. വൈസ് പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരെന്ന് പറഞ്ഞാൽ, വൈസ് പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിയതിന് ശേഷം മാത്രമാണ് അധികാരസ്ഥാനത്ത് എത്തേണ്ടത്. നമുക്കറിയാം, പ്രസിഡന്റ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, ഈ 3 പേരുടെയും സത്യപ്രതിജ്ഞ ഷെഡ്യൂള് 3-ലില്ല. ഈ 3 പേരുടെയും സത്യപ്രതിജ്ഞ എവിടെ ഇല്ല? ഷെഡ്യൂള് 3-ലില്ല. പട്ടിക 3 ഇല്ല. പട്ടിക 3-ലില്ല. ആരുടെയൊക്കെ? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, ഈ 3 പേരുടെയും സത്യപ്രതിജ്ഞ എവിടെ ഇല്ല? പട്ടിക 3-ലില്ല. പട്ടിക 3-ൽ ബാക്കി എല്ലാവരുടെയും സത്യപ്രതിജ്ഞയുണ്ട്, ഇവരുടെ സത്യപ്രതിജ്ഞ ഇല്ല. പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ 60-ൽ, വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ രേഖപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ 69-ൽ, ഗവർണറുടെ സത്യപ്രതിജ്ഞ രേഖപ്പെടുത്തിയിരുന്ന ആർട്ടിക്കിൾ 159-ൽ. ഈ 69-ൽ തന്നെയാണ് ആ സത്യപ്രതിജ്ഞ ചൊല്ലേണ്ട വാക്കുകളും വിവരിച്ചിരിക്കുന്നത്. ക്ലിയർ ആണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 69-ൽ തന്നെയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ട വാക്കുകളും പ്രതിപാദിക്കുന്നത്. ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ പ്രസിഡൻ്റാണ്. അപ്പോയിൻറ്റിംഗ് അതോറിറ്റി പ്രസിഡൻ്റ് അല്ല, പക്ഷേ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതോ ആരാണ്? വൈസ് പ്രസിഡന്റ് അല്ല. ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും, എന്നാൽ വൈസ് പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന പ്രസിഡന്റാണ്. എന്നാൽ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. പ്രസിഡന്റിന്റെ സത്യവാചകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 60 ആണ്. വൈസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 69 ആണ്. ഗവർണർ ആർട്ടിക്കിൾ 159 ആണ്. ഈ സത്യവാചകം ചൊല്ലുക എന്നത് ഭരണഘടനാപരമായ കർത്തവ്യമാണ്. ഇത് ചൊല്ലാതെ അധികാരത്തിലെത്താൻ സാധിക്കുന്നതല്ല. ഇത് ചൊല്ലിക്കൊടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. ഇത് ചൊല്ലേണ്ടത് ആരാണെന്നും ഒരു പദവിയിലെത്തുന്ന വ്യക്തിക്ക് ആരാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടതെന്ന് പോലും ഭരണഘടനയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ 3 ആണെങ്കിലും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ എന്നിവരുടെ സത്യപ്രതിജ്ഞ 3-ാം ഷെഡ്യൂളിൽ ഇല്ല. ക്ലിയർ ആണ്?
വൈസ് പ്രസിഡന്റ് കാലാവധിയെ സംബന്ധിക്കുന്ന അനുച്ഛേദം 67 വൈസ് പ്രസിഡന്റ് കാലാവധിയെ സംബന്ധിക്കുന്ന അനുച്ഛേദം 67 പ്രസിഡന്റിന്റെ കാലാവധി ആണെങ്കിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പ്രസിഡന്റ് കാലാവധി ആർട്ടിക്കിൾ 56 കേട്ടോ. പ്രസിഡന്റ് കാലാവധി ആർട്ടിക്കിൾ 56 വൈസ് പ്രസിഡന്റ് കാലാവധി ആർട്ടിക്കിൾ 67 രണ്ടുപേരുടെയും കാലാവധി തുല്യം തന്നെയാണ്. 5 വർഷമാണ് കാലാവധി. എന്ന് മുതൽ? ഓഫീസിൽ പ്രവേശിക്കുന്ന മുതൽ 5 വർഷക്കാലം. അത് രണ്ടുപേരുടെ സിമിലറാണ്. ഓഫീസിൽ പ്രവേശിക്കുന്ന മുതൽ 5 വർഷക്കാലമാണ് വൈസ് പ്രസിഡന്റിൻ്റെയും കാലാവധി. പ്രസിഡന്റിൻ്റെയും കാലാവധി എത്ര തന്നെയാണ്? ഓഫീസിൽ പ്രവേശിക്കുന്ന അന്ന് മുതൽ 5 വർഷക്കാലമാണ് വൈസ് പ്രസിഡന്റിൻ്റെയും കാലാവധി. ക്ലിയർ ആണ്. പ്രസിഡന്റിൻ്റെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 56 പ്രസിഡന്റിൻ്റെ കാലാവധിയും 5 വർഷമാണ്. എന്ന് മുതലാണ്? ഓഫീസിൽ പ്രവേശിക്കുന്ന അന്ന് മുതൽ 5 വർഷക്കാലം. വൈസ് പ്രസിഡന്റ് കാലാവധി എത്ര തന്നെയാണ്? 5 വർഷം തന്നെയാണ്. എന്ന് മുതൽ 5 വർഷക്കാലം, ഓഫീസിൽ പ്രവേശിക്കുന്ന അന്ന് മുതൽ 5 വർഷക്കാലം. വൈസ് പ്രസിഡന്റ് കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 67 ക്ലിയർ ആണ്. വൈസ് പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് നൽകുന്ന ആർക്കാണ്? വൈസ് പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ്. വൈസ് പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് നൽകുന്ന ആർക്കാണ്? പ്രസിഡന്റ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 67 സബ് ക്ലോസ് എ പ്രകാരം രാജിക്കത്ത് നൽകേണ്ടത് പ്രസിഡന്റിനാണ്. വൈസ് പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് നൽകേണ്ടത് പ്രസിഡന്റാണ്. സാധാരണയായിട്ട് ഈ രാജിക്കത്ത് കൊടുക്കുന്നത് അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ കയ്യിലാണ്. ഇവിടെ അപ്പോയിന്റിംഗ് അതോറിറ്റി ഇല്ലാത്തതുകൊണ്ട് ഭരണഘടന തന്നെ എടുത്തു പറയുന്നുണ്ട് ഇന്ന ആളുടെ കയ്യിൽ രാജിക്കത്ത് കൊടുക്കണമെന്ന്. പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് കൊടുക്കേണ്ടത് വൈസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് കൊടുക്കേണ്ടത് പ്രസിഡന്റിനുമാണ്. പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് കൊടുക്കേണ്ടത് വൈസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് കൊടുക്കേണ്ടത് പ്രസിഡന്റിനുമാണ്. നമ്മളിപ്പോൾ പ്രസിഡന്റിനെ പുറത്താക്കുന്ന നടപടിക്രമം എന്താണെന്ന് ചോദിച്ചാൽ ഇംപീച്ച്മെന്റ് നമ്മൾ എഴുതും അല്ലേ. പക്ഷേ ഇത് നമ്മളെ രക്തത്തിൽ അലിഞ്ഞ ഉത്തരവായിട്ട് മാറരുത്. എന്ത് ചോദിച്ചാലും ഇംപീച്ച്മെന്റ് എന്ന് പറയരുത്. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്ന നടപടിക്രമത്തെ ഇംപീച്ച്മെന്റ് എന്ന് പറയില്ല. ഗവർണറെ പുറത്താക്കുന്ന നടപടിക്രമത്തെ ഇംപീച്ച്മെന്റ് എന്ന് പറയില്ല. എന്നാൽ സുപ്രീം കോടതി ജഡ്ജിനെയൊക്കെ പുറത്താക്കുന്നത് SCRT ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഇംപീച്ച്മെന്റ് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ റിമൂവൽ ഓഫ് ജഡ്ജസ് എന്നാണ് പറയേണ്ടത്. എന്നാൽ SCRT ടെക്സ്റ്റിൽ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് കൊണ്ട് ആ വാക്ക് നമുക്ക് ഉപയോഗിക്കാം. കാരണം ആധികാരികമായിട്ട് SCRT ടെക്സ്റ്റാണ് PSC ഉത്തരവായിട്ടൊക്കെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇംപീച്ച്മെന്റ് എന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നത് പ്രസിഡന്റിന് സാധിക്കും. പിന്നീട് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർക്കും ഇംപീച്ച്മെന്റ് എന്ന പദം ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ വൈസ് പ്രസിഡന്റും ഗവർണർക്കൊന്നും ഇംപീച്ച്മെന്റ് എന്ന പദം ഉപയോഗിക്കില്ല. വൈസ് പ്രസിഡന്റ് പുറത്താക്കുന്നതിന് എന്ത് പറയാം? റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ് എന്ന് പറയാം. അത്ര തന്നെയാണ് പറയുന്നത്. വൈസ് പ്രസിഡന്റ് പുറത്താക്കുന്ന നടപടിക്രമം എന്ന് തന്നെ പറയാം. എന്തൊക്കെയാണ് നടപടിക്രമം എന്ന് നോക്കാം. വൈസ് പ്രസിഡന്റ് തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിന് 14 ദിവസം മുമ്പ് അദ്ദേഹത്തിന് മുൻകൂർ നോട്ടീസ് കൊടുക്കണം. ആരാണ് പുറത്താക്കുന്നതെന്ന് അറിയാമോ? പാർലമെൻറ്റാണ് പുറത്താക്കേണ്ടത്. വൈസ് പ്രസിഡന്റ് പുറത്താക്കുന്നതിന് 14 ദിവസം മുമ്പ് അദ്ദേഹത്തിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. താങ്കളെ പുറത്താക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്ന പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിൽ മാത്രമാണ്. വൈസ് പ്രസിഡന്റ് പുറത്താക്കുന്ന പ്രമേയം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിൽ മാത്രമാണ്. അതായത് സാധാരണ ഒരു ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കാം. ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ്സ് പോലും ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ഇൻ ലോക്സഭ ഓർ രാജ്യസഭയാണ്. ലോക്സഭയിലോ രാജ്യസഭയിലോ നമുക്ക് ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കാം. എന്നാൽ വൈസ് പ്രസിഡന്റ് പുറത്താക്കുന്ന പ്രമേയം ഏത് സഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ? രാജ്യസഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണിത്. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്ന നടപടിക്രമം എവിടെയാണ് ആരംഭിക്കേണ്ടത്? ഉത്തരം രാജ്യസഭയിലാണ് ആരംഭിക്കേണ്ടത്. രാജ്യസഭയിൽ ഏത് മെജോറിറ്റിയാണ് വേണ്ടതെന്നറിയോ? എഫക്റ്റീവ് മെജോറിറ്റിയാണ് വേണ്ടത്. രാജ്യസഭയിൽ ഏത് മെജോറിറ്റിയാണ് വേണ്ടത്? എഫക്റ്റീവ് മെജോറിറ്റിയാണ്. എന്നാൽ ഇതേ പ്രമേയം ലോക്സഭയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സിമ്പിൾ മെജോറിറ്റി മതി. അപ്പോൾ ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റിയും രാജ്യസഭയിൽ എഫക്റ്റീവ് മെജോറിറ്റിയിലുമാണ് ഈ പ്രമേയം പാസ്സാകേണ്ടത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ എഫക്റ്റീവ് മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റി എന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞു പോവുകയാണല്ലോ, ഇങ്ങനെ ഒന്നും പറയുന്നില്ല. യെസ്, പറയുന്നുണ്ട്. നമുക്ക് അടുത്ത പേജിൽ അത് പറയാം. അതായത് വൈസ് പ്രസിഡന്റ് പുറത്താക്കുന്നതിന് 14 ദിവസം മുമ്പ് മുൻകൂർ നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്ത ശേഷം ഈ പ്രമേയം രാജ്യസഭയിൽ 14 ദിവസങ്ങൾക്ക് ശേഷം അവതരിപ്പിക്കണം. ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പറ്റൂല. രാജ്യസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്ന പ്രമേയം ഏത് മെജോറിറ്റി പാസ്സാക്കണം? എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാക്കുന്ന പ്രമേയം ലോക്സഭയിൽ കൊണ്ടുവന്ന് സിമ്പിൾ മെജോറിറ്റിയിലാണ് പാസ്സാക്കേണ്ടത്. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡ്സ് ടു ബി റിമൂവ്ഡ് എന്നാണ് അർത്ഥം. ഇത്തരത്തിൽ പാസ്സായി കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം. മറ്റൊരു ഓർഡർ ഒന്നും ഇറങ്ങില്ല. പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ ഒന്നും ഇറങ്ങില്ല. അതെന്താ സാറേ ഓർഡർ ഇറങ്ങാത്തത്? കാരണം വൈസ് പ്രസിഡന്റ് ആരും അപ്പോയിന്റ് ചെയ്യുന്നില്ല. അപ്പോയിന്റ് ചെയ്യുന്നതാണെങ്കിൽ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ ഉണ്ടായേനെ. പ്രസിഡന്റ് എന്ന നിലയിൽ വൈസ് പ്രസിഡന്റ് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞേനെ. പക്ഷേ ഇവിടെ അപ്പോയിന്റിംഗ് അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് എന്തില്ല? പ്രത്യേക ഉത്തരവിലൂടെ അല്ല പുറത്താക്കുന്നത്. രണ്ടാം സഭ പാസ്സാക്കപ്പെടുന്ന, രണ്ടാം സഭ ഈ പ്രമേയം പാസ്സാക്കുന്ന ആ നിമിഷം വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡ്സ് ടു ബി റിമൂവ്ഡ് ആണ്. എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ച് റിമൂവ് ആയി എന്നാണ് അർത്ഥം. ക്ലിയർ ആണ് നിങ്ങൾക്ക്?
നമുക്ക് അബ്സലൂട്ട് ഓരോ മെജോറിറ്റി ഒന്ന് പഠിക്കാം. 3 മെജോറിറ്റിയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഒന്ന് അബ്സലൂട്ട് മെജോറിറ്റി, വളരെ സിമ്പിളാണ് അബ്സലൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ. ഈ അബ്സലൂട്ട് മെജോറിറ്റി ഉപയോഗിക്കുന്നത് എപ്പോഴെന്ന് അറിയാമോ? ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരുമ്പോഴാണ് അബ്സലൂട്ട് മെജോറിറ്റിയൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അബ്സലൂട്ട് മെജോറിറ്റി ഉപയോഗിക്കേണ്ടത് ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമ്പോഴൊക്കെയാണ്. എന്താണ് അബ്സലൂട്ട് മെജോറിറ്റി? ആകെ അംഗങ്ങളുടെ ഭൂരിപക്ഷം. ആകെ അംഗങ്ങൾ, ലോക്സഭയിൽ ആകെ അംഗങ്ങൾ എത്രയാണ്? 543. ഭൂരിപക്ഷം എങ്ങനെ നോക്കും? ഡിവൈഡഡ് ബൈ 2 + 1. ഇതാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അബ്സലൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ പകുതിക്ക് ഒന്ന് കൂടുതൽ, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അബ്സലൂട്ട് മെജോറിറ്റി എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സഭയിൽ ഒരു പ്രധാനമന്ത്രിക്ക് ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കുന്നതൊക്കെ അബ്സലൂട്ട് മെജോറിറ്റി പ്രകാരമാണ്. അബ്സലൂട്ട് മെജോറിറ്റിയിലൂടെയാണ് സഭയിൽ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കുന്നത്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അബ്സലൂട്ട് മെജോറിറ്റി എന്താണെന്ന് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത എഫക്റ്റീവ് മെജോറിറ്റി. സിമ്പിളാണ്. ആകെ അംഗങ്ങളിൽ സഭയ്ക്ക് ഇന്ന് ഒരു 43 പേര് വന്നില്ല എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു 30 പേര് വന്നില്ല എന്ന് കരുതുക. സഭയിൽ ആകെ അംഗങ്ങളുടെ എണ്ണം 543. അതിൽ 43 പേർക്ക് ഇന്ന് സഭയിൽ ഹാജരാകാൻ സാധിച്ചില്ല. സഭയിൽ 43 പേർക്ക് ഹാജരാകാൻ സാധിച്ചില്ല. അതായത് സഭയിൽ എത്ര സ്ട്രെങ്ത് ഉണ്ട്? 500 സ്ട്രെങ്ത്. എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് അംഗങ്ങളുടെ, എഫക്റ്റീവായിട്ട് ഇപ്പോൾ എത്ര സഭാംഗങ്ങളുണ്ടോ അവരുടെ മെജോറിറ്റി. 500ൻ്റെ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 ഡിവൈഡഡ് ബൈ 2 + 1. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അതായത് എഫക്റ്റീവ് മെജോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയിലെ നിലവിലുള്ള അംഗങ്ങളുടെ പകുതിക്ക് ഒന്ന് കൂടുതൽ. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുക, സ്പീക്കറെ പുറത്താക്കുക, ഇതിനൊക്കെ വേണ്ട ഭൂരിപക്ഷം ഏതെന്ന് ചോദിച്ചാൽ എഫക്റ്റീവ് മെജോറിറ്റിയാണ്. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുക, സ്പീക്കറെ പുറത്താക്കുക, ഡെപ്യൂട്ടി സ്പീക്കറെ പുറത്താക്കുക, ഇതിനെല്ലാം വേണ്ട മെജോറിറ്റി എഫക്റ്റീവ് മെജോറിറ്റിയാണ്. പ്രസന്റ് ആയിരിക്കുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷത്തെയാണ് എഫക്റ്റീവ് മെജോറിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രസൻ്റ് ആയിരിക്കുന്ന അംഗങ്ങളുടെ, സഭയിൽ ഹാജരാകുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷത്തെയാണ് എഫക്റ്റീവ് മെജോറിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഭയിൽ ഹാജരാകുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷം, അത് എത്ര പേരാണോ ഹാജരാകുന്നത്. ഞാൻ ഒരു എക്സാമ്പിളാണ് ഇവിടെ ഇല്ലാന്ന് എഴുതിയത്. അത് എത്ര വേണമെങ്കിലും വരാതിരിക്കാം. ചിലപ്പോൾ ആരും 1-2 പേര് മാത്രമായിരിക്കും ഹാജരാകാത്തത്. എന്ത് തന്നെയായാലും എത്ര പേരാണോ ഹാജരാകുന്നത്, ആ ഹാജരാകുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷത്തെയാണ് എഫക്റ്റീവ് മെജോറിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്താണ് സിമ്പിൾ മെജോറിറ്റി. സഭയിലെ ഡേ ടു ഡേ ആയിട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്, ദൈനംദിനമായിട്ടുള്ള സഭാ നടപടികളെല്ലാം വോട്ടെടുപ്പിലൂടെ പാസ്സായി എന്ന് കേൾക്കുന്നതെല്ലാം നമുക്ക് സിമ്പിൾ മെജോറിറ്റിയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാത്ത എല്ലാ പ്രമേയങ്ങളും പാസ്സാവുന്നതും സിമ്പിൾ മെജോറിറ്റിയിലാണ്. എടുത്തൊന്നും പറയാതെ ഒരു മെജോറിറ്റി പാസ്സാക്കപ്പെട്ടു, സഭയിൽ പാസ്സാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഏത് മെജോറിറ്റി എന്നാണ്? സിമ്പിൾ മെജോറിറ്റി എന്നാണ്. സഭയിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നതും സിമ്പിൾ മെജോറിറ്റിയിലാണ്. എന്താണ് സിമ്പിൾ മെജോറിറ്റി? ടോട്ടൽ അംഗങ്ങൾ 543 ആണ് അല്ലേ? 43 പേര് അന്ന് സഭയിൽ വന്നില്ല. അപ്പോൾ എത്ര പേരുണ്ട്? 500 പേരുണ്ട്. ഈ 500 പേർക്കും വോട്ടിടാൻ താല്പര്യം ഉണ്ടാവില്ല. 500 പേർക്ക് എന്തിന് താല്പര്യം ഉണ്ടാവില്ല? വോട്ടിടാൻ താല്പര്യം ഉണ്ടാവില്ല. ഈ വോട്ടിടുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷത്തെയാണ് എന്ത് വിളിക്കുന്നത്? സിമ്പിൾ മെജോറിറ്റി എന്ന് വിളിക്കുന്നത്. 500 പേരിൽ 30 പേര് വോട്ട് ചെയ്യാൻ തയ്യാറായില്ല. 30 പേർക്ക് വോട്ട് ചെയ്യാൻ ഒരു മൂടില്ല. അപ്പോൾ എത്ര പേര് വോട്ട് ചെയ്തു? 470 പേര് വോട്ട് ചെയ്തു. ആദ്യം സഭയിലെ ടോട്ടൽ അംഗങ്ങൾ, അതിൽ നിന്ന് ഇന്ന് വരാത്ത അംഗങ്ങളെ കുറച്ചു, അതിനുശേഷം വോട്ട് ചെയ്യാത്ത അംഗങ്ങളെ കുറച്ചു. അപ്പോൾ 470 ഡിവൈഡഡ് ബൈ 2 + 1. ഇതാണ് എന്തോന്ന്? സിമ്പിൾ മെജോറിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിമ്പിൾ മെജോറിറ്റി. ഒരു 2 സഭയിലെയും ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്ന ഏത് മെജോറിറ്റിയിലാണ്? സിമ്പിൾ മെജോറിറ്റിയിലാണ്. എടുത്ത് പറയണ്ട സിമ്പിൾ മെജോറിറ്റി എന്ന്. സഭ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സിമ്പിൾ മെജോറിറ്റി എന്നാണ്. നമുക്കൊന്ന് തിരിച്ചു പോകാം. 3 നമ്മൾ പറഞ്ഞു, നമുക്കൊന്ന് തിരിച്ചു പോകാം. നോക്കിയേ, രാജ്യസഭയിൽ എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാക്കുന്ന പ്രമേയം ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കപ്പെട്ടാൽ വൈസ് പ്രസിഡന്റ് പ്രസ്തുത സ്ഥാനത്ത് നീക്കം ചെയ്യും. അവിടെ സിമ്പിൾ മെജോറിറ്റി എന്ന് എടുത്ത് പറയണ്ട, പകരം ലോക്സഭയിൽ പാസ്സാക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് കരുതണം? സിമ്പിൾ മെജോറിറ്റിയിലാണ് പാസ്സാക്കപ്പെട്ടത് എന്ന് കരുതണം കേട്ടോ. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇത് 3 നിങ്ങൾക്ക് മനസ്സിലായോ? അബ്സലൂട്ട് മെജോറിറ്റി, എഫക്റ്റീവ് മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റി. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇനി വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കം ഉണ്ടെന്ന് കരുതുക. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഈ ഡിസ്പ്യൂട്ട് പരിഹരിക്കാൻ കോടതിയിൽ പോയാൽ ഏത് കോടതിയിലേ പോകാൻ പറ്റുള്ളൂ? പോകേണ്ട കോടതി ഒരേ ഒരു കോടതി, സുപ്രീം കോടതി മാത്രമാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കോടതി, അത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാവട്ടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാവട്ടെ, ഈ 2 തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്ത് തർക്കം ഉണ്ടെങ്കിലും അത് സുപ്രീം കോടതിയിൽ മാത്രമേ പോകാവൂ. സുപ്രീം കോടതിയിൽ ഈ കേസുകൾ പരിഹരിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 71 പ്രകാരമാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും പരിഹരിക്കപ്പെടേണ്ടത് സുപ്രീം കോടതിയിലാണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 71 ആണ്. ഒരു ലോക്സഭാ അംഗമോ നിയമസഭാ അംഗത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് തർക്കം പരിഹരിക്കപ്പെടേണ്ടത് എവിടെയല്ല? സുപ്രീം കോടതിയിലല്ല, പകരം അതാത് ഹൈക്കോടതികളിലാണ് പരിഹരിക്കപ്പെടേണ്ടത്. ഹൈക്കോടതിയിൽ നിന്ന് അപ്പീൽ അധികാരമായിട്ട് സുപ്രീം കോടതിയിലെത്താം, അല്ലാതെ വിധി വരേണ്ടത് എവിടെ നിന്നാണ്? ഹൈക്കോടതിയിൽ നിന്നാണ്. ഇത് നമ്മൾ എടുത്തു പറയുന്നുണ്ട് ആർട്ടിക്കിൾ 71 പ്രകാരം. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും പരിഹരിക്കപ്പെടേണ്ടത് സുപ്രീം കോടതിയിൽ നിന്നാണ്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ആർട്ടിക്കിൾ 71 ആണ് അപ്രകാരം പ്രതിപാദിക്കുന്നത്.
ലോക്സഭയിൽ സ്പീക്കർക്ക് തുല്യമായ പദവി രാജ്യസഭയിൽ ആരാണ് വഹിക്കുന്നത്? ലോക്സഭയിൽ സ്പീക്കർക്ക് തുല്യമായ പദവി രാജ്യസഭയിൽ വഹിക്കുന്നത് വൈസ് പ്രസിഡന്റാണ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു. ലോക്സഭയിൽ സ്പീക്കർക്ക് തുല്യമാണ്, രാജ്യസഭയിൽ ആര്? വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതും വൈസ് പ്രസിഡന്റാണ്. പ്രസിഡന്റ് ഏതെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ അഭാവം സംഭവിച്ചു, എന്തൊക്കെ രീതിയിൽ അഭാവം സംഭവിക്കാം? അദ്ദേഹം ഒന്നുകിൽ മരിച്ചു പോവാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കാം, ഇദ്ദേഹം രാജിവെച്ച് പുറത്തു പോവാം, ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദ് ചെയ്യാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സീറ്റ് ഒഴിവ് വരാം. അങ്ങനെ ഒഴിവ് വന്നാൽ ആ സ്ഥാനം അലങ്കരിക്കേണ്ടത് വൈസ് പ്രസിഡന്റാണ്. സ്ഥിരമായിട്ട് അങ്ങ് ഇരിക്കാൻ പറ്റുന്നു എന്ന രീതിയിലല്ല ഇരിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്നത് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന പേരിലാണ്. എന്ത് പേരിലാണ്? ആക്ടിംഗ് പ്രസിഡന്റ്. അതായത് പ്രസിഡന്റിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കേണ്ടത് വൈസ് പ്രസിഡന്റാണ്. അങ്ങനെ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 65. പ്രസിഡന്റിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കേണ്ടത് വൈസ് പ്രസിഡന്റാണ്. അങ്ങനെ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 65. ഈ സമയത്ത് അദ്ദേഹം അറിയപ്പെടുന്നത് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന പേരിലാണ്. ഈ സമയത്ത് അദ്ദേഹം അറിയപ്പെടുന്ന പേരെന്താണ്? ആക്ടിംഗ് പ്രസിഡന്റ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പോൾ ഇത്തരത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് ആവുന്ന സമയത്ത് ഒരു പ്രസിഡന്റിന്റെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ആർക്കുണ്ടാവും? വൈസ് പ്രസിഡന്റ് ഉണ്ടാവും. അദ്ദേഹം അപ്പോൾ അറിയപ്പെടുന്നത് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് തന്നെയാണ്. പക്ഷേ എല്ലാ അധികാരങ്ങളും ആരുടേതായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. അദ്ദേഹം ഒരു കാരണവശാലും വൈസ് പ്രസിഡന്റിൻ്റെ ഒരു ചുമതലയും നിർവഹിക്കേണ്ടതില്ല. വൈസ് പ്രസിഡന്റ് എന്തൊക്കെ ചുമതല ഉണ്ട്? ഒന്ന്, രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുക എന്ന ചുമതല അപ്പം ചെയ്യേണ്ടത് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനാണ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. ഡെപ്യൂട്ടി ചെയർമാനാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. ആരധ്യക്ഷത വഹിക്കില്ല? വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കില്ല. ആക്ടിംഗ് പ്രസിഡന്റ് ആവുന്ന അവസരത്തിൽ വൈസ് പ്രസിഡന്റ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത്, അതായത് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്? രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുക എന്നാണ്. അതാരാണ്? ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയാണ്. അല്ലാതെ വൈസ് പ്രസിഡന്റ് ഒരു ജോലിയും വന്ന് ആക്ടിംഗ് പ്രസിഡന്റ് ആവുന്ന സമയത്ത് വന്ന് ചെയ്യാറില്ല. ക്ലിയർ ആണ് നിങ്ങൾക്ക്? പൂർണ്ണമായിട്ടും അപ്പം ആരുടെ ജോലി മാത്രമേ ചെയ്യാവൂ? പ്രസിഡന്റിൻ്റെ ജോലി മാത്രമാണ് ഇദ്ദേഹം ചെയ്യേണ്ടത്. പൂർണ്ണമായിട്ടും പ്രസിഡന്റിൻ്റെ ജോലി. അറിയപ്പെടുന്ന പേരെന്തായിരിക്കും? ആക്ടിംഗ് പ്രസിഡന്റ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്രകാരം പ്രസിഡന്റ് ആകാൻ സാധിക്കുന്നത് പരമാവധി 6 മാസം മാത്രമാണ്. അതായത് ആക്ടിംഗ് പ്രസിഡന്റായിട്ട് ഒരാൾ വൈസ് പ്രസിഡന്റിനെ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ പരമാവധി ഇരിക്കാൻ പറ്റുന്നത് 6 മാസം മാത്രമാണ്. 6 മാസം മാത്രമാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് ആകാൻ സാധിക്കുന്നത്. പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നവരെ മാത്രമാണ്. പുതിയ പ്രസിഡന്റ് എത്ര നാൾക്കകത്ത് തിരഞ്ഞെടുക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ? 6 മാസത്തിനുള്ളിൽ. അത്രയും സമയമൊന്നും പോവില്ല. പരമാവധി വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റായിട്ട് ഇരിക്കാൻ പറ്റുന്നത് 6 മാസക്കാലം മാത്രമാണ്. 6 മാസത്തിനുള്ളിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തിയിരിക്കണം. കണ്ടെത്തുന്ന മുറയ്ക്ക് അദ്ദേഹം വന്ന് അധികാരത്തിലെത്തുന്ന മുറയ്ക്ക് ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് വീണ്ടും വൈസ് പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് വരും. പിന്നീട് സാധാരണ ജോലികൾ എന്തൊക്കെയാണോ, വൈസ് പ്രസിഡന്റ് ജോലികൾ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യാനും സാധിക്കും. ക്ലിയർ ആണ്? അപ്പോൾ താൽക്കാലികമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന പേരിലാണ്. താൽക്കാലികമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ആക്ടിംഗ് പ്രസിഡന്റ് എന്ന പേരിലാണ്. പഠിച്ചാ? എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അമേരിക്കയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അമേരിക്കയിൽ പ്രസിഡന്റ് മരിച്ചു എന്ന് കരുതുക. പ്രസിഡന്റിൻ്റെ കാലാവധി 4 വർഷമാണ്. അമേരിക്കയിലെ പ്രസിഡന്റ് കാലാവധി 4 വർഷമാണ്. പ്രസിഡന്റ് 2 കൊല്ലമായപ്പം പ്രസിഡന്റ് മരിച്ചു. അമേരിക്കയിൽ എന്തുണ്ട്? വൈസ് പ്രസിഡന്റ് ഉണ്ട്. ശിഷ്ടകാലമുള്ള 2 കൊല്ലക്കാലം. ഇനി ബാക്കി എത്ര വർഷം ബാക്കിയുണ്ട്? 2 കൊല്ലം ബാക്കിയുണ്ട്. ഈ 2 കൊല്ലവും ആക്ടിംഗ് പ്രസിഡന്റ് അല്ല, റിയൽ പ്രസിഡന്റായിട്ട് ആരിയ്ക്കും? വൈസ് പ്രസിഡന്റ് ഇരിക്കും. അതായത് പ്രസിഡന്റ് മരിച്ചു പോയാലോ മറ്റെന്തെങ്കിലും കാരണവശാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിവ് വന്നാൽ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞല്ല വൈസ് പ്രസിഡന്റ് അമേരിക്കയിൽ ഇരിക്കുന്നത്, സ്ഥിരം പ്രസിഡന്റ് എന്ന പേരിലാണ്. ആ കാലാവധി തീരും വരെയും അദ്ദേഹമായിരിക്കും പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വരുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? പഠിച്ചാ? ഇനി ഇതിനകത്ത് ഇല്ലാത്തൊരു പോയിന്റ് പറയുകയാണ്. പ്രസിഡന്റ് ആ സ്ഥാനത്ത് തന്നെ ജീവനോടെ ഉണ്ടെന്ന് കരുതുക. വൈസ് പ്രസിഡന്റിന് മാത്രം മരണം സംഭവിക്കുന്നു. പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്, വൈസ് പ്രസിഡന്റ് മരണം സംഭവിക്കുന്നു. എന്നാൽ വൈസ് പ്രസിഡൻ്റായിട്ട് ആര് വന്നിരിക്കും? ചോദ്യമാണ്. ഉത്തരം: വൈസ് പ്രസിഡൻ്റായിട്ട് ആരും വന്നിരിക്കില്ല. ക്ലിയർ ആണ് നിങ്ങൾക്ക്? വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവ് വന്നാൽ ആ ഒഴിവ് അങ്ങനെ തന്നെ തുടരും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത് രാജ്യസഭാ ചെയർമാൻ എന്ന പദവിയാണ്. ആ ചെയർമാൻ സ്ഥാനം ആര് വഹിച്ചോളും? ഡെപ്യൂട്ടി ചെയർമാൻ വഹിച്ചോളും. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവ് വന്നാൽ ആ സീറ്റ് ഒഴിഞ്ഞു തന്നെ കിടക്കും എന്നുവരെ പുതിയ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നവരെ. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം: പുതിയ വൈസ് പ്രസിഡന്റിനെ എത്ര നാൾക്കകത്ത് തിരഞ്ഞെടുക്കും? 6 മാസമാണോ ഉത്തരം? പ്രസിഡന്റിനെ 6 മാസത്തിനകത്താണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ ആണ്. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന എത്ര സമയത്തിനുള്ളിലാണ്? ആസ് സൂൺ ആസ് പോസിബിൾ, അതായത് എത്രയും പെട്ടെന്ന് എന്നതാണ് ഉത്തരം.
അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ എഴുതണം. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പരമാവധി എത്ര മാസം സമയം കൊടുക്കും? 6 മാസം സമയം കൊടുക്കും. പ്രസിഡന്റിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാൻ 6 മാസം സമയം കൊടുക്കുമെങ്കിൽ വൈസ് പ്രസിഡന്റ് അഭാവത്തിൽ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാൻ 6 മാസമെന്നോ 3 മാസമെന്നോ ഒന്നും പറയില്ല. പകരം എത്രയും പെട്ടെന്ന് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അടുത്തത്, വൈസ് പ്രസിഡന്റ് ഭരണഘടനാപരമായിട്ട് ശമ്പളം പ്രതിപാദിക്കുന്നില്ല. ഇല്ല സാറേ, ശമ്പളം ഞാൻ കണ്ടിട്ടുണ്ട്, 4 ലക്ഷം രൂപയാണ് വൈസ് പ്രസിഡന്റ് ശമ്പളം. തെറ്റ്. വൈസ് പ്രസിഡന്റ് ശമ്പളം എന്ന് പറയുന്ന കാര്യം ഭരണഘടനാപരമായി ഇല്ല. ഭരണഘടനാപരമായി വൈസ് പ്രസിഡന്റ് ശമ്പളമില്ല. പകരം രാജ്യസഭ ചെയർമാൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന് 4 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നത്. വൈസ് പ്രസിഡന്റ് രീതിയിൽ ശമ്പളം കൊടുക്കുന്നില്ല ഭരണഘടന. പകരം രാജ്യസഭ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നുണ്ട്. എത്ര രൂപ കൊടുക്കുന്നുണ്ട്? 4 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം, PSC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്, വൈസ് പ്രസിഡന്റ് ശമ്പളം എത്ര? 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം. നിങ്ങൾ എന്തെഴുതണം? 4 ലക്ഷം എന്ന് എഴുതണം. കാരണം ഓപ്ഷനിൽ ശമ്പളം നിർവഹിച്ചിട്ടില്ല, അത് പറയുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓപ്ഷനിൽ 2, 3, 4, 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് 4 എഴുതി വയ്ക്കാം. കാരണം ചോദ്യകർത്താവ് അതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ചോദ്യം ഇട്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഉത്തരം വൈസ് പ്രസിഡന്റ് നിലയിൽ അദ്ദേഹത്തിന് ശമ്പളമില്ല, രാജ്യസഭ ചെയർമാൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ശമ്പളമുള്ളത്. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ എഴുതുക. വൈസ് പ്രസിഡന്റ് നിലയിൽ അദ്ദേഹത്തിന് ശമ്പളമില്ല എന്ന് ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പോൾ ഒന്നുകൂടെ, വൈസ് പ്രസിഡന്റ് ശമ്പളം എത്ര? വൈസ് പ്രസിഡന്റ് ശമ്പളമില്ല. രാജ്യസഭ ചെയർമാൻ എന്ന നിലയിൽ 4 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണ്? ഇനി വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളം എത്രയാണ്? വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളം എത്രയെന്ന് കൂടെ നമ്മൾക്ക് അറിയണം. വൈസ് പ്രസിഡന്റ് എന്ന വ്യക്തി ആക്ടിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രസിഡന്റിൻ്റെ ശമ്പളവും പ്രസിഡന്റിൻ്റെ ആനുകൂല്യങ്ങളുമാണ് കിട്ടുന്നത്. അതായത് അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ ആക്ടിംഗ് പ്രസിഡന്റ് ആകുമ്പം ശമ്പളമായി ലഭിക്കും. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞോളെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വൈസ് പ്രസിഡന്റിനെ കുറിച്ച്? സത്യമായിട്ടും വളരെ കുറച്ച് കാര്യങ്ങളെ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് ഉള്ളു കേട്ടോ. പ്രസിഡന്റിനെ കുറിച്ച് അത്രയും കാര്യങ്ങളുണ്ടെങ്കിലും വൈസ് പ്രസിഡന്റിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഇത് ധൈര്യമായി കേട്ടിട്ട് പോയിക്കോ. വൈസ് പ്രസിഡന്റിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പ്. നന്നായി പഠിക്കുക, വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. താങ്ക് യു.